ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദപത്മങ്ങളിൽ എൻ്റെ വിനീത പ്രണാമം. ഒപ്പം നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീത നമസ്കാരം. നിറഞ്ഞ സന്തോഷത്തോടെ, നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാൻ ഇന്ന് ഗുരുവിൻ്റെ ഈ ദൈവദശകത്തിൻ്റെ 4 ലൈൻ ഈ പഠന ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നത്. കാരണം നമ്മുടെ SN ട്രസ്റ്റിൻ്റെ രൂപീകരണത്തിന് ശേഷം ഏകദേശം ഒരു 6 മാസക്കാലമായി കാണും നമ്മുടെ അഡ്വക്കേറ്റ് പ്രസാദേട്ടൻ എന്നോട് എപ്പോഴും ആവശ്യപ്പെടുകയാണ്, സിജുമോനെ, നമ്മുടെ കുട്ടികൾക്ക് ഈ ഗുരുകൃതികൾ പറഞ്ഞു കൊടുക്കണം, അവരെ പഠിപ്പിക്കണം. അപ്പോൾ നമ്മൾ പ്രവാസികളായിട്ടുള്ള നമ്മുടെ ഈ ജോലി തിരക്കിനിടയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ കുടുംബജീവിതങ്ങൾ മാനേജ് ചെയ്യുന്നതിനിടയിൽ നമുക്ക് എവിടെയാണ് സമയം? എന്നിരുന്നാലും ഇന്നത്തെ ഈ ദിവസം, ഇന്ന് കോബ്ര SN ട്രസ്റ്റിൻ്റെ യൂണിറ്റിൻ്റെ രൂപീകരണത്തിൻ്റെ ഈ ദിവസം ഈ പഠന ക്ലാസ് ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ നിയോഗം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ ഗുരുഭക്തനാണ് ഞാൻ. ശ്രീനാരായണ ഗുരുവിനെ അറിയാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഗുരുവിനാൽ വിരചിതമായ കൃതികൾ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ശ്രീനാരായണ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ ഒരു ഉത്തരമായിരിക്കും, അല്ലെങ്കിൽ ഒരു അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗുരുവിനെ പഠിക്കാൻ ശ്രമിച്ച പണ്ഡിതന്മാരെല്ലാവരും ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഗുരുവിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഗുരുകൃതികൾ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ യൂട്യൂബിലെ പല പ്രസംഗങ്ങളിലൂടെയാണ് നമ്മൾ ഗുരുവിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു മുൻധാരണ എന്ന് വെച്ചാൽ ഗുരു ഒരു സന്യാസിയാണ്, അല്ലെങ്കിൽ ഗുരു ഒരു കവിയാണ്, വേദാന്തിയാണ്, അല്ലെങ്കിൽ വിപ്ലവകാരിയാണ്. അങ്ങനെ പല പല ധാരണകളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗുരുവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയണമെങ്കിൽ ശ്രീനാരായണ ഗുരുവിനാൽ വിരചിതമായ കൃതികൾ പഠിക്കുക എന്നുള്ളതാണ് ഏകമാർഗം. ഒരു ഉദാഹരണത്തിന് ഇപ്പം മഹാത്മാഗാന്ധിജിയുടെ കൃത്യമായ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവണമെങ്കിൽ മഹാത്മാഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി പഠിക്കണം. അതല്ലാതെ മഹാത്മാഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി ഏതാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, അല്ലേ? ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത്. അപ്പോൾ അത് പഠിച്ചാൽ മാത്രമേ മഹാത്മാഗാന്ധിജിയുടെ യഥാർത്ഥ സ്വരൂപം നമുക്ക് പിടികിട്ടുകയുള്ളൂ. അതല്ലാതെ ആ ഓട്ടോബയോഗ്രഫി പഠിച്ച പണ്ഡിതന്മാർ അവർ വ്യാഖ്യാനം ചെയ്തിട്ടുള്ള, അല്ല അവരുടെ ഇൻ്റർപ്രിട്ടേഷനുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മഹാത്മാഗാന്ധിജിയുടെ യഥാർത്ഥ സ്വരൂപം നമുക്ക് പിടികിട്ടില്ല. എന്ന് പറഞ്ഞതുപോലെ ഗുരുവിനെ അറിയണമെങ്കിൽ, ഗുരുവിൻ്റെ ആത്മകഥയാണ് ഗുരു എഴുതിയിരിക്കുന്ന ഗുരുവിൻ്റെ കൃതികൾ. അപ്പോൾ ആ കൃതികൾ പഠിച്ചാൽ മാത്രമേ ഗുരുവിൻ്റെ യഥാർത്ഥ സ്വരൂപം നമുക്ക് പിടികിട്ടുകയുള്ളൂ. അപ്പോൾ ഗുരുവിനെ മനസ്സിലാക്കാൻ വേണ്ടി ഗുരുവിൻ്റെ ദൈവദശകം എന്ന കൃതിയുടെ 4 ലൈൻ നമുക്കൊന്ന് അർത്ഥവ്യാഖ്യാനം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കാം. പഠിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഗുരുവിനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചാൽ മാത്രമേ ഗുരു പറഞ്ഞിട്ടുള്ള ആ കൃതികൾ നമുക്ക് സംശീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മുടെ നാവിൻ തുമ്പിൽ നമ്മൾ നാമം ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭക്തിയല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഭക്തി ഉണർന്നു വരണം. എന്നാൽ മാത്രമേ ഗുരുവിനാൽ വിരചിതമായ ദൈവദശകത്തിൻ്റെ ജ്ഞാനാമൃതത്തിൻ്റെ സാരാംശം നമുക്ക് സംശീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് 1914 സംസ്കൃത പാഠശാലയിലെ കുട്ടികൾക്ക് വേണ്ടി ശുദ്ധ മലയാളത്തിൽ എഴുതിയ ഒരു പ്രാർത്ഥനാ ഗീതമാണ് ദൈവദശകം. 10 ശ്ലോകങ്ങളടങ്ങിയ ദൈവത്തെ പരിപൂർണമായി നിർവചിക്കുന്ന ഒരു കൃതിയാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകം എന്നൊരു പേര് ആ കൃതിക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ, അതായത് ദൈവത്തെക്കുറിച്ച് പലരും പലതും പറയുന്നു. എന്നാൽ മരുത്വാമലയിലെ കഠിനമായ തപസ്സിലൂടെ ആത്മസാക്ഷാത്കാരം നേടി ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു ഗുരു എന്ന ഋഷിയിലൂടെ, അല്ല ഒരു തപസ്സിനിലൂടെ, ഒരു തപോധനിലൂടെ, അതായത് ദൈവാനുഭവത്തിൻ്റെ പരിപൂർണ ആ അനുഭവത്തിലൂടെ പങ്കുവച്ചിട്ടുള്ള ഒരു ദൈവജ്ഞാനമാണ് ദൈവദശകം. അപ്പോൾ ആ ദൈവദശകം നമ്മുടെ വരും തലമുറ, നമ്മുടെ കുട്ടികൾ അത് പഠിച്ച് അവർ ദൈവത്തെ അറിഞ്ഞു വളരട്ടെ എന്ന അപേക്ഷയോടുകൂടി ദൈവദശകം എന്ന കൃതിയുടെ ആദ്യത്തെ ആ 4 ലൈൻ
നമ്മൾ നടത്തിവെക്കാനും ചെയ്യുകയാണ്. ആരാണ് ദൈവദശകം? അല്ലെ വേണ്ട, ദൈവദശകം. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ, നാവികൻ നീ ഭവാപ്തിക്ക് ഒരാഭിവൻ തോണി നിൻ പദം. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്. അല്ലേ, നമ്മുടെ ജീവിതത്തിൽ ദൈവദശകം എത്ര തവണ ആലപിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ആർക്കും ഒരു കണക്കുണ്ടാവില്ല. അല്ലേ, ആ ദൈവദശകത്തിൽ അതിൻ്റെ ആദ്യ വരികളിൽ ഗുരു അടക്കം ചെയ്തിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. എന്താണ് ആ രഹസ്യം? ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതെ. കൈവിടാതെ എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യപ്പെടാതെ, അല്ലേ, നമ്മൾ പറയാതെ ദൈവം നമ്മളുടെ കൈ പിടിച്ചിരിക്കുകയാണ്. കൈവിടാതെ കാത്തുകൊള്ളണം എന്നാണ് പ്രാർത്ഥന. കൈവിടാതെ കാത്തുകൊള്ളണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. നമ്മൾ ആവശ്യപ്പെടാതെ, നമ്മൾ പറയാതെ, അല്ലെ, നമ്മൾ യാതൊരുവിധ ഓഫറും ചെയ്യാതെ ദൈവം നമ്മുടെ കൈ പിടിച്ചിരിക്കുകയാണ്. അല്ലേ, അച്ഛൻ കരം ഗ്രഹിച്ച് കൈ പിടിച്ച് കുഞ്ഞുങ്ങളെ സുരക്ഷിതമാക്കുന്നത് പോലെ ദൈവം നമ്മൾ ആവശ്യപ്പെടാതെ നമ്മുടെ കൈ പിടിച്ചിരിക്കുകയാണ്. അപ്പം കൈവിടാതെ കാത്തുകൊള്ളണം എന്നാണ് ആദ്യത്തെ 2 വരികളിലൂടെ ഗുരു അനാവരണം ചെയ്തിരിക്കുന്ന ആ രഹസ്യം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ നാവികൻ, നാവികൻ നീ ഭവാപ്തിക്ക് ഒരാഭിവൻ തോണി നിൻപദം. അതായത് സംസാര സാഗരത്തിലെ വലിയ കപ്പലിൻ്റെ നാവികനാണ് ദൈവം. ആ ദൈവദശകത്തിൻ്റെ ആ അർത്ഥം ഓരോരുത്തർ നിങ്ങളിത് പിടിച്ചോ. ഞാൻ പറയുന്ന കൂട്ടത്തിൽ അത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിപ്പോകാമല്ലോ. ഞാൻ കൊടുത്തു, നാവികൻ നീ ഭവാപ്തിക്ക് ഒരാഭിവൻ തോണി നിൻ പദം. അല്ലെ, സംസാര സാഗരത്തിലെ വലിയ കപ്പലിന്റെ നാവികനാണ് ദൈവം. ഈ നിന്റെ പാദം ഈ ദുഃഖ സമുദ്രത്തിലെ ആവിക്കപ്പലാണ്. അല്ലെ, എന്തുകൊണ്ടാണ് ഗുരു ഭവാപ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭവം, ദുഃഖം. അല്ലെ, ദുഃഖ സമുദ്രം. എന്തുകൊണ്ടാണ് നമ്മുടെ നിത്യജീവിതത്തെ ഗുരു ദുഃഖ സമുദ്രം എന്ന് വിശേഷിപ്പിച്ചത്? നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, സുഖവും ദുഃഖവും പ്രതീക്ഷിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും നമുക്ക് അവസാനം ദുഃഖത്തിൽ അവസാനിക്കുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ചേച്ചിയുടെ വീട് പെരവാസ്തോലിയാണ്. അത് പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പം നാട്ടിലേക്ക് പോയത്. നമ്മളവിടെ ചെന്ന് ഒരു 15 ദിവസം കഴിഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ പർച്ചേസിങ്ങിനും എല്ലാത്തിനും ഓടി നടന്ന നമ്മുടെ അമ്മ നമുക്കങ്ങ് നഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ സന്തോഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം, അവസാനം ദുഃഖമയമായി തീരുന്നതാണ് അനുഭവം. അതുകൊണ്ടാണ് നിത്യജീവിതത്തെ ദൈവദശകത്തിൽ ഒരു ഭവാപ്തിയായിട്ട്, ദുഃഖസമുദ്രമായിട്ട് ഗുരു അനാവരണം ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ദുഃഖസമുദ്രത്തിൽ ആഴ്ന്നു പോകാതിരിക്കണമെങ്കിൽ നീ കൈവിടരുത് എന്നാണ് പ്രാർത്ഥന. അപ്പോൾ ദൈവം കൈവിടരുത് എന്ന് പറയുമ്പോൾ സദാ ദൈവം നമ്മുടെ കൈ പിടിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നമുക്ക് ഈ മന്ത്രത്തെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അതായത് നമ്മുടെ ഈ നിത്യജീവിതത്തെ, ഈ വർത്തമാന ജീവിതത്തെ ദൈവം കൈവിട്ടാൽ നമ്മൾ ദുഃഖത്തിൽ ആഴ്ന്നു പോകുമെന്നൊരു ഓർമ്മപ്പെടുത്തലായും, ദൈവം കൈ വിടാതിരുന്നാൽ നമുക്ക്, അതായത് ദൈവദശകത്തിൻ്റെ അവസാന മന്ത്രത്തിൽ ഗുരു വേറൊരു സമുദ്രത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ. ദൈവത്തിൻ്റെ ചൈതന്യ സാഗരത്തിൽ നമ്മൾ എത്തിച്ചേർന്നാൽ, ഗുരു ദൈവദശകത്തിൽ ആദ്യ അവസാനം ഒരു സമുദ്രം ക്രമീകരിച്ചിരിക്കുന്നതിനാൽ നമ്മുടെ ഈ നിത്യജീവിതത്തിൽ, ഈ വർത്തമാന ജീവിതത്തിലെ ഈ ദുഃഖത്തിൽ ആഴ്ന്നു പോകാതെ അതിൽ നിന്ന് കരകയറി ദൈവത്തിൻ്റെ ചൈതന്യ സാഗരത്തിൽ എത്തി ആഴണം വാഴണം നിത്യം, വാഴണം സുഖം. ആ സുഖം നമ്മൾ അനുഭവിക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഗുരുവിൻ്റെ ദൈവദശകത്തിലൂടെ നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്നത്. അതായത് അതിജീവനത്തിൻ്റെ അനിവാര്യത ഓർമ്മപ്പെടുത്തുകയാണ് ദൈവദശകത്തിലൂടെ ഗുരു. അപ്പോൾ ഈ ദൈവദശകം എന്ന കൃതി നമുക്കെല്ലാവർക്കും പഠിക്കാനാവട്ടെ. അല്ലേ, നമ്മളിത് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ വന്നാലും നമുക്ക് അതിജീവിക്കാനാവട്ടെ. അതിന് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങളുടെ കുഞ്ഞുമക്കളും എല്ലാവരും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പഠിച്ച് അവർ ഉന്നത വിജയം നേടട്ടെ. അതിന് ഭഗവാന്റെ തുണയുണ്ടാവട്ടെ, ഭഗവാൻ വഴിവിളക്കാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി
നിർത്തുന്നു. നന്ദി, നമസ്കാരം.